കരിമണൽ ഖനനത്തിൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി. തോട്ടപ്പള്ളിയിൽ ഇപ്പോൾ നടക്കുന്നത് കരിമണൽ ഖനനമല്ല, നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണൽ നീക്കം ചെയ്യുകയാണെന്നും എം.എ. ബേബി പറഞ്ഞു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സിപിഎമ്മിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ല. എന്നാൽ അവിടുത്തെ ആ പൊഴിയിൽ വെള്ളം നീങ്ങുന്നതിനാവശ്യമായി അവിടെ ഇത് മാറ്റേണ്ടതാണ്. അത് പൊതുമേഖലയിൽ പെട്ട കമ്പനിക്ക് അത് ചെയ്യാം എന്നുള്ള തീരുമാനമാണ് ഒരു മാറ്റം എന്നുള്ള തരത്തിൽ വന്നിട്ടുള്ളത്. അത് സ്വകാര്യ കരിമണൽ ഖനന ലോബിക്ക് യാതൊരു സഹായവും ചെയ്യുന്ന തീരുമാനമേ അല്ല എന്നുള്ളത് പലതവണ വിശദീകരിക്കപ്പെട്ടതാണ്. തോട്ടപ്പള്ളി പൊഴിയിൽ നിന്നും മണൽ നീക്കം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കുട്ടനാട്ടിലെ പ്രളയത്തെ മറികടക്കാനാണ് മണൽ നീക്കം ചെയ്യുന്നത്. സേവനം ചെയ്യുന്നതിന് പകരമായിട്ടാണ് വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും എം.എ. ബേബി പറഞ്ഞു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഒരു പങ്കുമില്ല. അത് നിങ്ങളിങ്ങനെ മൂക്കിൽ തൊടാൻ വേണ്ടി വളഞ്ഞു വരുന്നതാണ്. എറണാകുളത്തുള്ളൊരു കമ്പനി വീണയ്ക്ക് ഒരു എക്സാലോജിക് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള സ്ഥാപനവുമായി അവരുടെ ചില സേവനം വിട്ടുകിട്ടാൻ വേണ്ടി രേഖാമൂലം എഴുതി വളരെ സുതാര്യമായ പരസ്പര കരാറാണുള്ളത്. ആ കരാറനുസരിച്ച് സേവനദാതാവായ കമ്പനിക്ക്, വീണയുടെ കമ്പനിക്ക് കൃത്യമായ ഒരു തുക 5 ലക്ഷം രൂപയോ മറ്റോ ഒരു മാസം കൊടുക്കുന്നു. അതെല്ലാം കൂടെ കണക്കാക്കുമ്പം 1,75,00,000 രൂപ ആണ്. അതിനെല്ലാ രേഖകളുമുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതെല്ലാം വ്യക്തവും. അത് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഫൈൻഡിങ്സ് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒരു സ്ഥാപനം അന്വേഷിക്കുന്നു, ആ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്, എന്തിനാണ് മറ്റൊന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞില്ല, അത് നടക്കട്ടെ എന്ന്. അന്വേഷണത്തെ ആരും എതിർത്തിട്ടില്ലെന്നും എം.എ. ബേബി പറഞ്ഞു. മാധ്യമങ്ങൾക്ക് 16 കോടി നൽകിയതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നും എം.എ. ബേബി ആവശ്യപ്പെട്ടു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, 16 കോടി രൂപയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഈ CMRL തന്നിട്ടുള്ളത്. വല്ലതും നിങ്ങൾക്ക് അറിയുമോ അതിനെക്കുറിച്ച്? ഏതൊക്കെ മാധ്യമങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്? വീണ വിജയൻ്റെ കമ്പനിക്ക് അവരുടെ സേവനത്തിന് വേണ്ടി മാസം 5 ലക്ഷം രൂപ വീതം കൊടുത്തതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത 16 കോടി രൂപ എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ നാളെ എഴുതുമോ, ഞാനിങ്ങനെ കേരള മാധ്യമങ്ങൾക്ക് 16 കോടി രൂപ ഈ CMRL കൊടുത്തു എന്ന് എം.എ. ബേബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ പത്രത്തിൽ കൊടുക്കുമോ? 2004 സമാനമായ വിജയം കേരളത്തിൽ LDF-നുണ്ടാകുമെന്നും എം.എ. ബേബി ഉറപ്പു നൽകി. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.